പ്രിയ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നാളെയാണ്. ഇനി ഏകദേശം ഒരു 12-13 ദിവസം കൂടിയേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങൾ, ഞാനും നിങ്ങളും എല്ലാവരും പോയി വോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇലക്ഷൻ പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയണേ, മലയാളികളെയും കേരളത്തിലെ ജനങ്ങളെയും നാണം കെടുത്തിക്കൊണ്ട് ഒരു വഴിയിലോട്ടാണ് പോണത്. ഒരു ഇലക്ഷന് മുന്നിൽ രാഷ്ട്രീയ പാർട്ടികളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ആരായെങ്കിലും മത്സരിക്കുന്ന ആൾക്കാർ ജനങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഞാൻ മത്സരിക്കുന്ന മണ്ഡലത്തിന് വേണ്ടി ചെയ്യും, സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തും, ഭരിച്ച ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു, ഇനി ഇതൊക്കെ ചെയ്യും, ഭരണം കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തതിനേക്കാളും ബെറ്ററായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അവരുടെ ചെയ്യാൻ പോണ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ജനമുന്നേറ്റ യാത്രയൊക്കെ നടത്തി കോൺഗ്രസ് അതിൽ നിന്നൊക്കെ പോയി. ഇപ്പോൾ വെറും അവരുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പോട്ടെ, എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തുറക്കണത് ആഹാരം കഴിക്കാനും നുണ പറയാനും മാത്രമാണെന്നുള്ള രീതിയിലായി. അയാളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് നുണയല്ല എന്ന് തെളിയിക്കേണ്ട ഗതികേട് വന്നിരിക്കുന്നൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഒരു ഇലക്ഷൻ പ്രചരണങ്ങളല്ല നടക്കണത്, ചുമ്മാ എന്താ പറയണ ഡീല് അഡ്ജസ്റ്റ്മെൻറ്റ് ഡീല്, ഇതല്ലാതെ ഒന്നും പറയാനില്ല. എന്തോന്ന് ഡീലാണ്? കേരളത്തിലെ ജനങ്ങൾക്ക് ഡീലൊന്നും കാണണ്ട. ഇവിടെ നടന്നേക്കുന്ന ഡീലൊക്കെ എനിക്കും നിങ്ങൾക്കും കേരളത്തിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോലിബി എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ പല ഡീലുകളും. പിന്നെ നേമത്തൊരു BJP MLA ഉണ്ടായതും കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ ഒരു BJP MP ഉണ്ടായതൊക്കെ നമുക്കറിയാം. ഇവർ രണ്ട് പറയണ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ UDF മറ്റൊരു പാർട്ടിക്കും മുസ്ലിം സ്ഥാനാർത്ഥികളെ വെക്കാൻ പാടില്ല. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡീലാവും. അങ്ങനെയാണ് പറഞ്ഞു തന്നെ. പിന്നെ BJPക്കാർ 2020 സ്ഥാനാർത്ഥിക്ക് സീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡീലാണ്. അതെങ്ങനെ ഡീലാണ്? അതൊരു NDA എന്ന് പറഞ്ഞ ഒരു മുന്നണിയാണ്. അവരുടെ പ്രസ്ഥാനത്തിലോട്ട് 2020 എന്ന് പറഞ്ഞ ഒരു പാർട്ടിയും കൂടി വന്ന് നാച്ചുറലായിട്ട് പുതിയ പാർട്ടിയാണ് അവർക്ക് സീറ്റ് കൊടുത്തു. പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്തം ഇടതുപക്ഷത്തിനാണ്. UDF ജയിക്കുമെന്ന് ഭയങ്കര ഉറപ്പല്ലേ? എങ്കിൽ അവർ ചെയ്യാൻ പോണ ക്ഷേമപ്രവർത്തനങ്ങളും ചെയ്ത ക്ഷേമപ്രവർത്തനങ്ങളും പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചെയ്യിക്കട്ടെ. അല്ലാണ്ട് ഈ ഡീലും പറഞ്ഞു വരുമ്പോൾ തന്നെ മനസ്സിലാവും ഇവർ തോൽവി ഭയന്നിട്ടാണെന്ന്. സത്യം പറഞ്ഞാൽ തോൽവി ഭയക്കണം മാത്രമല്ല, അവർ UDF എന്ന് പറഞ്ഞ പാർട്ടി വിജയം പ്രതീക്ഷിക്കണത് ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ. കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും അവർക്ക് വോട്ട് ചെയ്യണം, ഒപ്പം മാക്സിമം ക്രിസ്ത്യാനികളും വോട്ട് ചെയ്യണം. അപ്പോൾ അത് എവിടെയെങ്കിലും ഏതെങ്കിലും മണ്ഡലങ്ങളിൽ കുറയുമെന്ന് കണ്ടാൽ ഉടനെ അത് ഡീലാണെന്ന് പറയുക. എന്തൊരു നാണക്കേടാണ്! ഞാനിപ്പോൾ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അല്ല UDF ആയാലും LDF ആയാലും NDA ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ഒറ്റ കാര്യം പറയുള്ളൂ, നിങ്ങൾ ജനങ്ങൾക്ക് എന്താ ചെയ്യാൻ പോണത്, എന്ത് ചെയ്തു, അത് ചോദിച്ചുകൊണ്ട് വോട്ട് പിടിക്കുക. ദയവ് ചെയ്ത് പ്ലീസ് വർഗീയത കൊണ്ടുവരല്ലേ. താങ്ക് യു.